വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 10-ാം വാക്യം. ഒരുങ്ങിയിരുന്നവർ യേശുക്രിസ്തു എന്ന മണവാളനോടൊപ്പം കല്യാണ സദ്യയ്ക്ക്. ഈ ലോക ജീവിതത്തിൽ സാങ്കേതിക വിദ്യയും ശാസ്ത്രവുമൊക്കെ മുന്നേറുന്ന ലോകത്തിൽ കണ്ടുപിടുത്തങ്ങൾ അവസരങ്ങളെ തേടി എത്തുന്നതായി നാം വായിക്കുമ്പോൾ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു തരത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കനുസരിച്ച് ഒരുക്കുവാനും ഒരുക്കപ്പെടുവാനുമുള്ള ആഹ്വാനമാണ് നോമ്പ് നമുക്ക് നൽകുന്നത്. ദൈവിക വാഗ്ദത്തങ്ങൾ അനവധിയാണ്. അതുകൊണ്ട് തന്നെ ആ വാഗ്ദത്തങ്ങൾക്കായിട്ട് സ്വയം ഒരുങ്ങുവാനും സഭയെ ഒരുക്കുവാനും ചുറ്റുമുള്ളവരെ അതിലേക്ക് ആ സ്നേഹസദ്യയിലേക്ക് ആനയിക്കുവാനുമുള്ള പരിശീലനമാണ് നോമ്പിലൂടെ നാം ആർജിക്കുന്നത്. സിസ്റ്റർ ഈഡിത്ത് നീവ് കേരളത്തിലെ വനിതാ മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് ജീവസുറ്റ മാതൃകയാണ്. ബഥേൽ ആശ്രമങ്ങളുടെ സ്ഥാപനത്തോടൊപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം മുന്നേറുമ്പോൾ മേലുകാവ്, തിരുവനന്തപുരം, മൺട്രോത്തുരുത്ത്, കുന്നംകുളം തുടങ്ങിയ ഒട്ടേറെ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചതിന് ശേഷം ആന്ധ്രയിലെ കാട്ടറപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് യാത്രയാവുകയാണ്. ആ സമയത്ത് സിസ്റ്റർ പറഞ്ഞൊരു വാചകം ഇപ്രകാരമാണ്: അവസരങ്ങളെ സമ്പാദ്യങ്ങളായി കണ്ടാൽ നാം ഒരുക്കപ്പെടും. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസ സമൂഹമായി യേശുക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന നാം ഒരുക്കപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ നിർവചനമാണ് സിസ്റ്റർ നൽകുന്നത്. യുദ്ധത്തിനായി ഒരുങ്ങുന്ന രാജാവ് അതിതീവ്രമായ യുദ്ധമായതിനാൽ തിരികെ വരുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ മന്ത്രിമാരെയൊക്കെ വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശി പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മന്ത്രി അദ്ദേഹത്തെ, രാജാവിനെ പരിഹസിക്കുകയാണ്. അങ്ങനെ പരിഹസിക്കുമ്പോൾ രാജാവ് ഇപ്രകാരം പറഞ്ഞു: കാത്തിരിക്കൂ, വിജയം സുനിശ്ചിതം. രാജാവ് വിജയശ്രീലാളിതനായി മടങ്ങി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ, കൊച്ചു പൈതലായിരുന്ന ആ ബാലൻ വളരുകയും പിൽക്കാലത്ത് വില്യം ദ കോൺകറർ എന്നുള്ള പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ശ്രേയസ്കരങ്ങളായിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നേറുവാൻ തിരുവചനം നമുക്ക് ആഹ്വാനം തരികയാണ്. ഇവിടെ നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെയും ഒട്ടേറെ പ്രക്രിയകളിൽ ഏർപ്പെടുന്നവരെയും ഒക്കെ കാണുന്നു. എണ്ണ, വിളക്ക് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കാണുന്നു. ലോകത്തിൻ്റെ ഒരു ക്രമം ഇങ്ങനെയൊക്കെയാണ്. ചില ആളുകളും അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഒരുങ്ങിയിരുന്നവർ യേശുക്രിസ്തു എന്ന മണവാളനോടൊപ്പം കല്യാണ സദ്യയ്ക്ക് പ്രവേശിച്ചു, വാതിലടയ്ക്കുകയും ചെയ്തു. മറ്റുള്ളവർക്ക് പ്രവേശനം ലഭിച്ചില്ല എന്ന് നമ്മൾ കാണുകയാണ്. ഇതൊരു തിരിച്ചറിവായി ഈ സമയത്ത് നമ്മളെ ഒരുക്കുവാൻ, നമ്മളെ തന്നെ സ്വയം ശോധന ചെയ്ത് നോമ്പിലൂടെ വിജയം പ്രാപിപ്പാൻ, യേശുക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ ഉള്ള ആഹ്വാനമായി നമുക്ക് സ്വീകരിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് തന്നിരിക്കുന്ന അവസരങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങൾക്കനുസരിച്ച് പൂർത്തീകരിക്കുവാനുള്ള പ്രാപ്തി തരണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുന്നു. ജീവിതത്തിലുടനീളം വിശ്വസ്തയോടെ, പ്രത്യാശയോടെ മുന്നേറുവാനുള്ള ക്രമീകരണം അവിടുന്ന് തന്നെ ചെയ്തു തരണമേ. അതിനുള്ള സഹായത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.